കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പെൺകുട്ടി നേരിട്ടത് ക്രൂരപീഡനവും മാനസിക സമ്മർദ്ദവുമെന്ന് എഫ്ഐആർ. രാഹുലിനെതിരെ ഗുരുതര ആക്ഷേപമാണുള്ളത്. ഗർഭിണിയായ ശേഷവും മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് 3 സ്ഥലങ്ങളിൽ വെച്ച് മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തെന്നും എഫ്ഐആറിൽ പറയുന്നു. പ്രണയബന്ധത്തിന് എഫ്ഐആറിലും സാക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബലാത്സംഗമെന്ന ആരോപണത്തെ ചെറുക്കാൻ മാങ്കൂട്ടത്തിലിന് കഴിയും. എന്നാൽ ഗർഭചിത്രത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് നിർണായകം. ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുലിന് ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. അതിജീവിതയുടെ ഈ ആരോപണത്തെ എങ്ങനെ നേരിടുമെന്നതാണ് നിർണായകം. അതേസമയം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാകും കേസ് അന്വേഷിക്കുക. ഈ വർഷം മാർച്ച് 4-ന് തൃക്കണ്ണാപുരത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് ബന്ധത്തിൽ ഏർപ്പെട്ടു. മാർച്ച് 17-ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയും സമ്മതമില്ലാതെയും മാങ്കൂട്ടത്തിൽ നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞ ശേഷം ഏപ്രിൽ 22-ന് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാന ആഴ്ചയിലെ 2 ദിവസം മാങ്കൂട്ടത്തിലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ വെച്ചും ബലാത്സംഗം ചെയ്തു. മെയ് 30-ന് 2ാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവും മാങ്കൂട്ടത്തിലിന്റെ അടുത്ത സുഹൃത്തുമായ ജോബി ജോസഫ് പെൺകുട്ടിയെ ചുവന്ന കാറിൽ കയറ്റിയതിനു ശേഷം ഗർഭചിത്രം നടത്താനുള്ള ഗുളിക നൽകി. ഗർഭചിത്രത്തിന് പെൺകുട്ടി സമ്മതിച്ചിരുന്നില്ല. തുടർന്ന് മാങ്കൂട്ടത്തിൽ നിരന്തരം ഭീഷണിപ്പെടുത്തി. ബന്ധം പുറത്തു പറഞ്ഞാലും ജീവിതം നശിപ്പിക്കുമെന്ന് മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി. പ്രണയബന്ധത്തിലുണ്ടായിരുന്നപ്പോൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളും ഭീഷണിപ്പെടുത്താൻ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നു. അതിജീവിതയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വലിയമല പോലീസാണ് മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത്. പിന്നീട് നേമം പോലീസിന് കേസ് കൈമാറി. ലൈംഗിക പീഡനം, ഗർഭചിത്രത്തിന് പ്രേരണ, വധഭീഷണി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതിനു ശേഷം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കും. രാഹുൽ മാങ്കൂട്ടത്തിലും ജോബി ജോസഫും ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ കേരളം വിട്ടു എന്നാണ് സൂചന. വിമാനത്താവളങ്ങളിൽ മാങ്കൂട്ടത്തിലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് രാഹുൽ. ആരോപണങ്ങളെല്ലാം നിഷേധിച്ചാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത്. യുവതി ആരോപിക്കുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും രാഹുൽ വാദിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. ഇപ്പോഴത്തെ അറസ്റ്റ് നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. ഹർജി നാളെ പരിഗണിക്കാനാണ് സാധ്യത. രാഹുലിനെതിരായ പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി നെയ്യാറ്റിൻകര കോടതിയിലാണ് വനിതാ മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പോലീസിനൊപ്പമാണ് യുവതി കോടതിയിലെത്തിയത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വലിയമല പോലീസ് കേസെടുത്ത് നേമം പോലീസിന് കൈമാറിയിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണയും പാലക്കാട്ടെത്തിച്ചും ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിൽ പറയുന്നത്. എത്രയും പെട്ടെന്ന് രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. DCPയും അസിസ്റ്റന്റ് കമ്മീഷണറും സംഘത്തിലുണ്ട്.